ഓക്കെ, കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ രീതിയിലാണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഒരു പോളിനോമിയൽ ഇറഡ്യൂസിബിൾ ആണെങ്കിൽ ആ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ വെച്ച് ജനറേറ്റ് ചെയ്യുന്ന ഐഡിയൽ മാക്സിമൽ ഐഡിയൽ ആയിരിക്കും. ആ മാക്സിമൽ ഐഡിയൽ വെച്ച് കോഷ്യൻ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഫീൽഡ് കിട്ടും. ഇതാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് അനദർ സെക്ഷൻ, ഇൻട്രഡക്ഷൻ ടു എക്സ്റ്റൻഷൻ ഫീൽഡ്സ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ പറയാൻ പോകണമെന്ന് ശ്രദ്ധിക്കുക. 29.1 ഡെഫിനിഷൻ എന്താണ്? എ ഫീൽഡ് ഇ ഈസ് എ എക്സ്റ്റൻഷൻ ഓഫ് എ ഫീൽഡ് എഫ് ഇഫ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എഫ് എന്ന് പറയണത് എപ്പോഴാണ് നമ്മൾ പറയുക ഇ എന്ന് പറയണത് എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആവണമെങ്കിൽ എന്ത് സംഭവിക്കണം? എഫ് ഈസ് എ subfield of E. അതായത് എഫ് എന്ന് പറയുന്ന ആൾ ഇയുടെ സബ് ഫീൽഡ് ആണെങ്കിൽ നമ്മളെന്ത് പറയും? ഇ ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആണെന്ന് പറയും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആരാ? റിയൽ നമ്പേഴ്സ് ആറാണ്. റിയൽ നമ്പേഴ്സ് ആറ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ല വായിക്കുക. ആർ ഈസ് ആൻ എന്താ വായിക്കേണ്ടത് നമ്മൾ? ആർ ഈസ് ആൻ എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് ക്യൂ ആണ്. അതുപോലെ തന്നെ ഇവിടെ സി ഈസ് ആൻ എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് ആർ ആണ്. ഓക്കെ, സോ എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ അർത്ഥം ഉദ്ദേശിക്കുന്നത് എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് ഇ എന്ന് പറയുന്നത് എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് എഫ് ആണെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഇതിനെ വേണമെങ്കിൽ ഈ രീതിയിൽ എഴുതാം. ടവർ എന്ന് പറയും ഇതിനെ. എന്താ ഉദ്ദേശിക്കുന്നത്? സി ഏറ്റവും മുകളിൽ, ആറ് ഇവിടെ, ക്യൂ ഇവിടെ, ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇതിനെ ടവർ ഓഫ് ഫീൽഡ്സ് എന്ന് വിളിക്കുന്നു മാത്രം. ടവർ ഓഫ് ഫീൽഡ്സ്. ഓക്കെ, സോ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇ ഈസ് ആൻ എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് എഫ് ആണെങ്കിൽ നമ്മൾ എന്താണ് പറയേണ്ടത്? എഫ് എന്ന് പറയുന്നത് ഇയുടെ ഒരു സബ് ഫീൽഡ് ആയിരിക്കും. അത്രേ ഉള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് വാട്ട് ഈസ് തിയറം? 29.3 തിയറം, ക്രോണക്കേഴ്സ് തിയറം. എന്താണ് തിയറം പറയണത്? ലെറ്റ് എഫ് ബി എ ഫീൽഡ് and let f of x be a non-strong constant polynomial in f of x, then there exists an extension field E of f and alpha element of E such that f of alpha equal to 0. ഓക്കെ, സോ പറയുന്ന തിയറത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഏത് ഫീൽഡ് എഫ് എടുത്താലും അതിനകത്തുള്ള എഫ് ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എടുത്താൽ നമ്മൾക്ക് പുതിയൊരു ഫീൽഡ് ഉണ്ടാക്കാൻ പറ്റും ഇ സച്ച് ദാറ്റ് ആ ഇയുടെ അകത്ത് നമ്മളെടുത്ത പോളിനോമിയൽ എഫ് ഓഫ് എക്സിൻ്റെ ഒരു 0 ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ നമുക്കിനി പ്രൂവ് ചെയ്യണം ഈ തിയറത്തിൻ്റെ കാര്യങ്ങൾ. അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇനി ഏത് പോളിനോമിയൽ എഫ് ഓഫ് എക്സ് എടുത്താലും നമ്മൾ എടുക്കുകയാണ് ഒരു എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്ന കാര്യമാണ് ഏത് പോളിനോമിയൽ എഫ് ഓഫ് എക്സ് എടുത്താലും ആ പോളിനോമിയലിനെ ഇറഡ്യൂസിബിൾ പോളിനോമിയലുകളുടെ പ്രൊഡക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? സം പി ഓഫ് എക്സ് ഇൻറ്റു ആർ ഓഫ് എക്സ് ഇൻറ്റു എസ് ഓഫ് എക്സ് എക്സെട്ര സം എച്ച് ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ പി ഓഫ് എക്സ് സീറോ ആവുന്ന രീതിയിലുള്ള ഒരു ആൽഫ കണ്ടുപിടിച്ചാൽ എന്ന് വെച്ചാൽ പി ഓഫ് ആൽഫ ഈക്വൽ ടു 0 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ദാറ്റ് ഇംപ്ലൈസ് എന്ത് കിട്ടും? എഫ് ഓഫ് ആൽഫയും ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? കാരണം ഇവിടെ എന്താ വ്യത്യാസം ഉണ്ടായെന്ന് നോക്കുക. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ പോളിനോമിയൽ ഇറഡ്യൂസിബിൾ ആവണമെന്ന് നിർബന്ധമില്ല. നമ്മളതിനെ ഇറഡ്യൂസിബിൾ ആയിട്ടുള്ള പി ഓഫ് എക്സ് അല്ലെങ്കിൽ ആർ ഓഫ് എക്സ് ഏതിലോട്ടെങ്കിലും എത്തിച്ചു. സോ നമുക്ക് അതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാൻ എളുപ്പമുണ്ട്. പോളിനോമിയൽ ഇറഡ്യൂസിബിൾ ആക്കി മാറ്റിയപ്പോൾ. ഓക്കെ, ഇനി സോ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? നമ്മുടെ ക്വസ്റ്റ്യൻ ഈ രീതിയിലായി മാറി. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പോളിനോമിയൽ എടുത്തിട്ടുണ്ടെങ്കിൽ ആ പോളിനോമിയലിനെ ഇറഡ്യൂസിബിൾ പോളിനോമിയലുകളുടെ പ്രൊഡക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ആ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ആ ഫാക്ടറുകളിലെ ആർക്കെങ്കിലും റൂട്ട് ഉണ്ടെന്ന് കാണിച്ചാൽ ഓട്ടോമാറ്റിക്കലി പോളിനോമിയലിന് റൂട്ട് ഉണ്ടെന്നുള്ളത് നമുക്ക് കാണിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള പി ഓഫ് എക്സിൻ്റെ പ്രത്യേകത എന്താ? പി ഓഫ് എക്സ് ഇറഡ്യൂസിബിൾ ആണ്.
പി ഓഫ് എക്സ് ഇറഡ്യൂസിബിൾ ആയതുകൊണ്ട് ഐഡിയൽ ജനറേറ്റഡ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മാക്സിമൽ ആയിരിക്കും. നമ്മൾ തിയറം പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇനി ഐഡിയൽ ജനറേറ്റഡ് പി ഓഫ് എക്സ് മാക്സിമൽ ആയാൽ എഫ് ഓഫ് എക്സ് കോഷ്യൻറ്റ് ഐഡിയൽ ജനറേറ്റഡ് പി ഓഫ് എക്സ് എന്തായി മാറും? ഫീൽഡായി മാറും അല്ലേ? ഇനി നമ്മുടെ ക്ലൈം എന്ന് പറയുന്നത് ഇതാണ്. എഫ് എന്ന് പറയണത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ ഫീൽഡ് ആയിരിക്കും നമ്മൾ പറയുന്നത്. ലെറ്റ് ഇറ്റ് ബി ഇ, പേര് വിളിക്കുക അതിനെ ഇ എന്ന് വിളിക്കുന്നു. ഇ ഈക്വൽ എഫ് ഓഫ് എക്സ് കോഷൻ ഐഡിയൽ പി ഓഫ് ഇ. നമ്മൾ പറയുന്നത് എഫ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് എഫ് ഈസ് എ സബ് ഫീൽഡ് ഓഫ് ഇ എന്നാണ് പറയുന്നത്. ഓർ ഇ ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് എഫ് എന്നാണ് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് കാണിക്കേണ്ടത്? എഫിനകത്തുള്ള ആൾക്കാർ മുഴുവൻ ഇയുടെ അകത്തുണ്ടെന്നുള്ളത് കാണിക്കണം അല്ലേ? ദാറ്റ് മീൻസ് നമുക്ക് എന്ത് മാപ്പ് ഉണ്ടാക്കിയാലും മതി. കൺസിഡർ എ മാപ്പ് ഫൈ ഫ്രം എവിടെ നിന്ന്? എഫ് നിന്ന് എഫ് ഓഫ് എക്സ് കോഷ്യൻറ്റ് ഐഡിയൽ ജനറേറ്റഡ് പി ഓഫ് എക്സിൽ എടുക്കും. മാപ്പിംഗ് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: psi ഓഫ് എ ഈക്വൽ ടു എ പ്ലസ് ഐഡിയൽ ജനറേറ്റഡ് പി ഓഫ് എക്സ്. ഇനി നോക്കുക, ഈ തന്നിരിക്കുന്ന മാപ്പ് ആദ്യം ഫോർ എവരി എ എലമെൻറ്റ് ഓഫ് എഫ്, ഇതാണ് മാപ്പ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ മാപ്പ് നമ്മൾ 1 ആണെന്ന് ആദ്യം കാണിക്കും. ഓക്കെ, സോ 1 ആയാൽ എന്താ ഉണ്ടാവുക? ഈ മാപ്പ് 1 ആയാൽ ഓട്ടോമാറ്റിക്കലി എഫിലെ എല്ലാ ആൾക്കാരും എവിടെ ഉണ്ടാവും? എഫ് ഓഫ് എക്സ് കോഷ്യൻ്റെ ഐഡിയൻ്റെ പി ഓഫ് എക്സിനകത്ത് ഉണ്ടാവും. ദാറ്റ് മീൻസ് എഫ് എന്തായി മാറും? ഈ തന്നിരിക്കുന്ന ആളുടെ സബ് ഫീൽഡായിട്ട് മാറും. ഓക്കെ, എങ്ങനെ കാണിക്കുക ഇയാൾ ഒരു 1 ആണെന്നുള്ളത്? 1 നമ്മളെങ്ങനെ പ്രൂവ് ചെയ്യാറ്? സപ്പോസ് സൈ ഓഫ് എ ഈക്വൽ ടു സൈ ഓഫ് ബി ഫോർ എ കോമ ബി എലമെൻറ്റ് ഓഫ് എഫ് ആണെങ്കിൽ എന്തുണ്ടാവും? എന്താ അതിൻ്റെ അർത്ഥം? സൈ ഓഫ് എ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ഐഡിയൽ ജനറേറ്റഡ് പി ഓഫ് എക്സ് ആണ്. ദിസ് ഈസ് ഈക്വൽ ടു ബി പ്ലസ് ഐഡിയൽ ജനറേറ്റഡ് പി ഓഫ് എക്സ് ആണ്. ഇങ്ങനെയാണെങ്കിൽ എന്താ പറയാൻ പറ്റും? ബൈ ഡെഫിനിഷൻ ഓഫ് ഈ എ പ്ലസ് ഐ ഈക്വൽ ടു ബി പ്ലസ് ഐ ആണെങ്കിൽ എ മൈനസ് ബി ബിലോങ്സ് ടു ഐ ആണ്. ദാറ്റ് മീൻസ് എ മൈനസ് ബി ബിലോങ്സ് ടു ഐഡിയൽ ജനറേറ്റഡ് പി ഓഫ് എക്സ് ആണ്. പി ഓഫ് എക്സ് ഒരു നോൺ സീറോ ആയിട്ടുള്ള പോളിനോമിയലാണ്. ദാറ്റ് മീൻസ് അപ്പോൾ എ മൈനസ് ബി ഇതിൻ്റെ എലമെൻ്റ് ആവണമെങ്കിൽ എന്ത് സംഭവിക്കണം? എ മൈനസ് ബി 0 ആയി വന്നേ പറ്റുള്ളൂ. ദാറ്റ് ഇംപ്ലൈസ് എ മൈനസ് ബി ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എന്താ? എ ഈക്വൽ ടു ബി. അപ്പോൾ എന്ത് കിട്ടി? സൈ ഓഫ് എ ഈക്വൽ ടു സൈ ഓഫ് ബി ആണെങ്കിൽ എ ഈക്വൽ ടു ബി കിട്ടി. ദാറ്റ് ഈസ് മാപ്പ് എന്തായി മാറി? 1 ആയി അല്ലേ? ഓക്കെ, ഇനി നോക്കുക, നമുക്കറിയാൻ പറ്റും ഈ സൈയുടെ സൈ ഓഫ് സം എ പ്ലസ് ബി ഈക്വൽ എന്താ വരിക? ഡെഫിനിഷൻ പ്രകാരം ദിസ് ഈസ് എ പ്ലസ് ബി പ്ലസ് ഐഡിയൽ ജനറേറ്റഡ് പി ഓഫ് എക്സ് ആയിരിക്കും. അതിന് നമുക്കിങ്ങനെ വീണ്ടും എഴുതാൻ പറ്റും: എ പ്ലസ് ഐഡിയൽ ജനറേറ്റഡ് പി ഓഫ് എക്സ് പ്ലസ് ബി പ്ലസ് ഐഡിയൽ ജനറേറ്റഡ് പി ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈ ഓഫ് എ പ്ലസ് സൈ ഓഫ് ബി ആയി മാറി. ഇനി സൈ ഓഫ് എ ബി ഈക്വൽ ടു ആരാ? എ ബി പ്ലസ് ഐഡിയൽ ജനറേറ്റഡ് പി ഓഫ് എക്സ് ആണ്. ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് ഐഡിയൽ ജനറേറ്റഡ് പി ഓഫ് എക്സ് ഇൻറ്റു ബി പ്ലസ് ഐഡിയൽ ജനറേറ്റഡ് പി ഓഫ് എക്സ് എന്ന് എഴുതാം അല്ലേ? സോ എന്ത് കിട്ടി? ഓട്ടോമാറ്റിക്കലി സൈ ഈസ് എ ring homomorphism. Also it is
1 to 1 എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഓട്ടോമാറ്റിക്കലി എന്തുണ്ട്? എഫ് എന്ന് പറയണത് എക്സാക്ട്ലി എഫിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? എഫ് ഈക്വൽ ടു എഫ് എന്ന് പറയുന്നത് എന്തായി മാറും? എഫ് ഈസ് എ സബ് ഫീൽഡ് ഓഫ് നമ്മുടെ ഇ ആയി മാറും. എഫിനെ എങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക? എഫ് ക്യാൻ ബി ഐഡൻറ്റിഫൈ ആസ് ദിസ് സെറ്റ് എ പ്ലസ് ഐഡിയ ജനറേറ്റഡ് പി ഓഫ് എക്സ് സച്ച് ദാറ്റ് എ ബിലോങ്സ് ടു എഫ് എന്ന് പറഞ്ഞ ആൾ ആയിട്ട് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാം അല്ലേ? ഈ ആളായിട്ടാണ് എവിടെ ഉണ്ടാവുക? അത് നമ്മുടെ ഈയുടെ അകത്ത് ഉണ്ടാവുക. സബ്സെറ്റ്. ഓക്കെ, ഓരോ എയുടെ റെപ്രസെൻറ്റേറ്റീവ് ആണ് ആര്? എ പ്ലസ് ഐഡിയ ജനറേറ്റഡ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത്. സോ ഏത് എ എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ടൊരു എ പ്ലസ് ഐഡിയ ജനറേറ്റഡ് പി ഓഫ് എക്സ് എവിടെ കണ്ടുപിടിക്കാൻ പറ്റും? ഈനകത്ത് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് മീൻസ് എക്സാക്ട്ലി എഫ് എന്ന് പറയുന്നത് എൻ്റയർലി എവിടെ ഉണ്ട്? ഈയുടെ അകത്ത് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് എന്താ ആദ്യം പ്രൂവ് ചെയ്യും? നമ്മളൊരു പുതിയ ഫീൽഡ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ആ ഫീൽഡ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന എഫിൻ്റെ എക്സ്റ്റൻഷൻ ആണ് അല്ലേ? ഇനി എന്താ കണ്ടുപിടിക്കണ്ടു? നമ്മളെടുത്ത പി ഓഫ് എക്സിൻ്റെ ഒരു സീറോ കണ്ടുപിടിക്കണം അല്ലേ? Now we have to find a zero of p of x in E. Let alpha equal to x plus idea generated p of x. ക്ലിയർലി എവിടെ ഉണ്ട്? ആൽഫ എവിടെ ഉണ്ട്? ഈയിലുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഐഡിയ ജനറേറ്റഡ് എഫ് ഓഫ് എക്സ് കോഷ്യൻ്റ് ഐഡിയ ജനറേറ്റഡ് പി ഓഫ് എക്സിലെ എലമെൻറ്റ്സ് ഇരിക്കാൻ പോകുന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? എഫ് ഓഫ് എക്സിലെ എലമെൻറ്റ് പ്ലസ് സം ഐഡിയ ജനറേറ്റഡ് പി ഓഫ് എക്സിലെ എലമെൻറ്റ്. സോ ഇയാൾ അവിടെയുള്ള എലമെൻറ്റ് തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ എലമെൻറ്റാണ് ഇവിടെ ഉണ്ടാവുക. നമ്മുടെ ഉറപ്പായിട്ടും ആൽഫ എവിടെ ഉണ്ട്? നമ്മുടെ ഇയിൽ ഉണ്ട്. നൗ കൺസിഡർ ദി ഇവാലുവേഷൻ ഹോമോമോർഫിസം. കൺസിഡർ ദി evaluation homomorphism phi alpha from f of x to E given by എങ്ങനെയാ മാപ്പിംഗ് ഡിഫൈൻ ചെയ്യുക? phi alpha of f of x equal to എഫ് ഓഫ് ആൽഫ എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന പോളിനോമിയലിൽ എക്സിന് പകരം ആൽഫ റീപ്ലേസ് ചെയ്തിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യും. ഇതാണ് ഇവാലുവേഷൻ ഹോമോമോർഫിസത്തിൻ്റെ ഡെഫിനിഷൻ തന്നെ. അങ്ങനെയാണെങ്കിൽ നമുക്കെന്താ അറിയാം? നമുക്ക് പി ഓഫ് എക്സ് ഒരു പോളിനോമിയലാണെന്ന് അറിയാം അല്ലേ? സോ പി ഓഫ് എക്സ് ബി ലെറ്റ് പി ഓഫ് എക്സ് ഈക്വൽ ടു ആരേക്കും എങ്ങനെയായിരിക്കും പോളിനോമിയലിലേക്ക് ഉണ്ടാവുക? സം എ നോട്ട് പ്ലസ് എ വൺ എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് സം എ എൻ എക്സ് റേസ് ടു n എന്ന് വിചാരിക്കുക. ഓക്കെ, വേർ ai belongs to f. Then phi alpha of p of x equal to എന്താ വരിക? is equal to a naught plus, കാരണം എക്സിൻ്റെ പൊസിഷനിലൊക്കെ എന്ത് റീപ്ലേസ് ചെയ്യുക? നമ്മൾ എക്സിൻ്റെ പൊസിഷനിലൊക്കെ ആരെ റീപ്ലേസ് ചെയ്യും? പി ഓഫ് എക്സ് എന്ന് പറഞ്ഞ പോളിനോമിയലിൻ്റെ എക്സിൻ്റെ പൊസിഷനിലെല്ലാം ആൽഫ റീപ്ലേസ് ചെയ്യും അല്ലേ? ദാറ്റ് ഈസ് എ വൺ ഇൻറ്റു ആൽഫ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐഡിയ ജനറേറ്റഡ് പി ഓഫ് എക്സ് പ്ലസ് a2 into x plus idea generated p of x in the whole square plus etc 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 an into x plus idea generated p of x in the whole power n. പക്ഷെ നമുക്ക് എന്താ അറിയാം? ആൾറെഡി എ പ്ലസ് ഐ ഇൻറ്റു എ പ്ലസ് ഐ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരാ? എ പ്ലസ് ഐ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ഐ ഇൻറ്റു എ പ്ലസ് ഐ ആണെന്ന് വെച്ചാൽ എ സ്ക്വയർ പ്ലസ് ഐ ആണ്. സോ എക്സ് പ്ലസ് പി ഓഫ് എക്സിൻ്റെ എന്താ വരിക? നമുക്കപ്പോൾ ഓട്ടോമാറ്റിക് പറയാൻ പറ്റുന്നത് എക്സ് പ്ലസ് ഐഡിയ ജനറേറ്റഡ് പി ഓഫ് എക്സ് ഹോൾ പവർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? എക്സ് പവർ എൻ പ്ലസ് ഐഡിയ ജനറേറ്റഡ് പി ഓഫ് എക്സ് ആയിരിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് അപ്പോൾ ഇയാൾ എന്തായി മാറും? phi alpha of p of x equal to ഏത് രൂപത്തിലോട്ടായി മാറും? a naught plus a1 into x plus idea generated p of x plus a2 x square plus idea generated p of x
എന്തുകൊണ്ടാണ് അങ്ങനെ ആവണേ ശ്രദ്ധിക്കുക. കാരണം പോളിനോമിയലിനകത്ത് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിനകത്തേക്ക് തന്നെ പോവും. A1 എന്ന് പറഞ്ഞ സ്കാലാറാണ്, അത് എഫിലുള്ള ആളാണ്, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സിലുള്ള ആൾ തന്നെയാണ്. സോ ഇത് പി ഓഫ് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ വീണ്ടും അത് പി ഓഫ് എക്സിൻ്റെ അകത്തേക്ക് തന്നെ പോവും. ഓക്കെ, അപ്പോൾ ഈ A1x ആണ് മൊത്തം റെപ്രസെൻറ്റേറ്റീവായി മാറാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി പോകുന്നത്. ഓക്കെ, സോ എക്സെട്ര എന്ത് വരും? an ഇൻറ്റു എക്സ് റേസ് ടു n പ്ലസ് ഐഡിയ ജനറേറ്റഡ് പി ഓഫ് എക്സ് ആയി മാറും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായി മാറും? a0 പ്ലസ് a1x പ്ലസ് എക്സെട്ര പ്ലസ് an എക്സ് റേസ് ടു n പ്ലസ് ഐഡിയ ജനറേറ്റഡ് എന്തായി മാറും? പി ഓഫ് എക്സ് ആയി മാറും. ദിസ് ഈസ് എക്സാക്റ്റ് ആരാ ഇതെന്ന് പറയുന്നത്? പി ഓഫ് എക്സ് പ്ലസ് ഐഡിയ ജനറേറ്റഡ് പി ഓഫ് എക്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ് അല്ലേ? 0 ഇൻ എവിടെ? നമ്മുടെ ഈനകത്ത്. മീൻസ് നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ഫൈ ആൽഫ ഓഫ് പി ഓഫ് എക്സിൻ്റെ ഡെഫിനിഷൻ സത്യത്തിൽ ആരാ? പി ഓഫ് ആൽഫയാണ്. അതെന്താണെന്ന് കിട്ടി? 0 എന്ന് കിട്ടി. പി ഓഫ് ആൽഫ 0 ആയാൽ ഓട്ടോമാറ്റിക്കലി എഫ് ഓഫ് ആൽഫ എന്ത് വരും? 0 കിട്ടും അല്ലേ? ദാറ്റ് മീൻസ് നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്തു? നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ പോളിനോമിയലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 0 കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിലുള്ള പുതിയൊരു ഫീൽഡ് കൺസ്ട്രക്ട് ചെയ്തെടുത്തു. ഓക്കെ.